അസ്സലാമു അലൈക്കും. ഒരുപാട് സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തൻ്റെ ഭർത്താവ് തന്നോട് സ്നേഹമില്ലാതെ പെരുമാറുന്നത്. ജീവനോളം സ്നേഹിക്കുന്ന ഇണയിൽ നിന്നും ഇതുപോലെയുള്ള അവഗണനകൾ നേരിടുന്നത് ഏതൊരാൾക്കും സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സഹോദരിമാരുടെ ഭർത്താവ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ, ജീവിതത്തിലെ ഒരു കാര്യത്തിലും തീരുമാനത്തിലും തന്നെ കൂട്ടുന്നില്ലെങ്കിൽ, അവഗണിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എപ്പോഴും തന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, തൻ്റെ വാക്കിനും അഭിപ്രായത്തിനും ഒരു വിലയും നൽകുന്നില്ലെങ്കിൽ, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എപ്പോഴും അവഗണിക്കുകയും കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കാര്യവുമില്ലാതെ എല്ലാ സമയത്തും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അന്യ സ്ത്രീകളുമായുള്ള അടുപ്പം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, വിദേശത്തുള്ള ഭർത്താവ് ഒരുപാട് കാലമായിട്ടും നാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോൺ പോലും വിളിക്കുന്നില്ലെങ്കിൽ, ഇതുപോലെ വിഷമം അനുഭവപ്പെടുന്ന, കണ്ണീരൊഴുക്കുന്ന സ്ത്രീകൾ തീർച്ചയായും ഓതേണ്ട പരിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. ഈ സൂറത്ത് പതിവാക്കിയാൽ ഭർത്താവിൻ്റെ ഹൃദയം എത്ര കഠിനമായതാണെങ്കിലും അത് മയപ്പെടും. അവർ നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും തുടങ്ങും. അവർ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പ്രാധാന്യവും മുൻഗണനയും നൽകും. ഭർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും. മക്കളെയും നിങ്ങളെയും നല്ല പോലെ സ്നേഹിക്കും. അകന്നു നിൽക്കുന്ന ഭർത്താക്കന്മാർ നിങ്ങളോട് അടുപ്പം കാണിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്നേഹമുള്ള ഭർത്താവിനെ ഇണയായി കിട്ടിയ ഭാര്യമാർ ഈ സൂറത്ത് പതിവാക്കിയാൽ അവർക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും. അതുപോലെ പിന്നീടൊരിക്കൽ നിങ്ങളെ വിട്ടുപോകുകയോ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കുറയുകയോ ഇല്ല. ഇനി ഭർത്താവും ഭാര്യയും മരണം വരെ പിരിയാതിരിക്കാൻ, ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഏത് സൂറത്താണ് പതിവാക്കേണ്ടതെന്ന് പറയാം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ. ഈ സൂറത്ത് ദിവസവും 11 വട്ടം പതിവാക്കിയാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. ഈ ചെറിയ സൂറത്ത് പതിവാക്കുന്നവർക്ക് തൻ്റെ ഇണയുടെ സ്നേഹം കിട്ടുന്നതോടൊപ്പം അതിനേക്കാൾ ഇരട്ടി നേട്ടമുള്ള മറ്റൊരു പ്രതിഫലം കൂടി ലഭിക്കും. ആരെങ്കിലും ഫർളായ എല്ലാ കാര്യങ്ങളും നിലനിർത്തുകയും അതിൻ്റെ കൂടെ സൂറത്തുൽ കൗസർ പതിവാക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും അവൻക്ക് കുടിക്കാൻ കഴിയുന്നതുമാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നേടിത്തരുന്ന പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് 11 വട്ടം ഓതാൻ ആരും മറന്നു പോകല്ലേ ഇൻഷാ അല്ലാഹ്.